മഹാദേവ, എന്റെ പ്രയത്നത്തിനൊരു ഫലം നൽകി അനുഗ്രഹിക്കണം. നാഗമാണിക്യം കണ്ടെത്തണം. ആദിശേഷൻ ആരാണെന്നും അറിയണം. അതിനുള്ള ഒരേ ഒരു വഴി ഇപ്പോ തൃശൂലിന്റെ ഈ രക്തം മാത്രമാണ്. ശിവാനി, പുറത്ത് നല്ല നിലാവുണ്ട്. വരൂ, നമുക്ക് ആ രക്തം പരിശോധിക്കാം. കണ്ടില്ലേ നീലി, ഗുരുദേവൻ പറഞ്ഞത് സത്യമാണ്. നമ്മൾ കരുതിയതും സത്യമാണ്. നമ്മുടെ സംശയങ്ങള് സത്യമാവാനുള്ള സമയമായി. തൃശൂലാണ് ആദിശേഷനെന്ന് എനിക്ക് തോന്നിയിരുന്നു. കണ്ടില്ലേ, അവന്റെ രക്തത്തിന്റെ നിറം മാറുന്നത് കണ്ടില്ലേ? ശിവാനി, ഇത് തന്നെയാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കണോ? അറിയില്ല നീലി, പക്ഷെ ഗുരുദേവൻ പറഞ്ഞ പോലെ രക്തത്തിന്റെ നിറം മാറിയില്ലേ? അതെന്തായാലും സത്യമാണ്. തൃശൂല് തന്നെയാണ് ആദിശേഷൻ. അതറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. എന്റെ വർഷങ്ങളായിട്ടുള്ള പോരാട്ടം, തപസ്, കാത്തിരിപ്പ് എല്ലാത്തിനും ഫലം ലഭിക്കാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് നീലി. ശിവാനി, എനിക്ക് നിന്റെ മനസ്സിന്റെ സന്തോഷം മനസ്സിലാവും. പക്ഷേ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഈ രക്തം നിലാവിൽ തിളങ്ങുന്നത് പരിഗണിക്കാതെ ഗുരുക്കൾ ഇനിയും ചിലത് പറഞ്ഞിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. ആ രക്തത്തുള്ളികൾ വേറെ ഏതെങ്കിലും ജീവി സ്പർശിച്ചാൽ 8 ദിവസത്തിനുള്ളിൽ ആ ജീവിയുടെ ദേഹം നീല നിറമായി മാറും. ആ, പറഞ്ഞായിരുന്നു. ഈ രക്തം ഏതെങ്കിലും ജീവിയുടെ ദേഹത്തായാൽ നേരം വെളുക്കും മുമ്പേ ആ ജീവിയുടെ നിറം നീലയാകും. അതും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പക്ഷേ വലിയൊരു ജീവിയുടെ മേൽ പ്രയോഗിക്കാൻ മാത്രമുള്ള രക്തം നമ്മുടെ കയ്യിലില്ലല്ലോ. ഏതെങ്കിലും ചെറിയ ജീവിയുടെ മേലെ നമുക്ക് ഈ രക്തം പ്രയോഗിച്ച് നോക്കിയാലോ നീലി? ചെറിയ ജീവിയെന്ന് വെച്ചാ? വാ. നീലി, നോക്ക്, ചെറിയ മുട്ടകള്. നമുക്ക് ഇതിന്റെ മേലെ രക്തം പ്രയോഗിച്ച് നോക്കിയാലോ? അതെ, നല്ല ഐഡിയ. ശിവാനി, നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. അതെ, വാ. ഹലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ലാബ് ടെക്നീഷ്യനാണ് വിളിക്കുന്നത്. പറ സർ, പറയ്. സാമ്പിൾ എടുത്തോണ്ട് വരുന്നല്ലോ, റിപ്പോർട്ട് വന്നായിരുന്നോ? റിപ്പോർട്ടിൽ എന്താ ഉള്ളേ? സർ, ഞാൻ അതിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ വിളിച്ചത്. എന്തായി സർ? ടെസ്റ്റ് ചെയ്തില്ലേ? എന്താന്ന് വെച്ച് പറഞ്ഞോ? പറഞ്ഞു സർ, കുഴപ്പമില്ല. സർ, അത് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. സാരമില്ല സർ, പറഞ്ഞോളൂ. എന്തായി? സർ, അവര് രക്ഷപ്പെടുമോ എന്നുള്ള സംശയമാണ് സർ. ശിവാനി, ഹലോ ഹലോ സർ, ഹലോ ഹലോ സർ. പറഞ്ഞോളൂ. സർ, ക്യാൻസർ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്റെ ദൈവമേ, അപ്പൻ്റെ ശിവാനി. സർ, ദയവായി വിഷമിക്കാതിരിക്കൂ. അവര് കഷ്ടിച്ച് 1-2 മാസമേ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ.
സാർ, വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയാലോ? എവിടേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ ജീവൻ പോയാലും അവളെ എനിക്ക് രക്ഷപ്പെടുത്തണം സാർ. സാർ പറയൂ സാർ. സാർ, എനിക്ക് അവളെ വേണം സാർ. ശിവാനി എനിക്ക് വേണം സാർ. സാർ, സാർ പ്ലീസ് സാർ. നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഇത് തന്നെ പറയുള്ളൂ സാർ. അവര് ഉള്ളോടത്തോളം കാലം നന്നായി നോക്കൂ. എപ്പോഴും സന്തോഷം നൽകാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ സാർ. സാർ, ദൈവത്തോട് പ്രാർത്ഥിച്ച ഇതൊക്കെ താനെ മാറിപ്പോകുന്നാണ് പറയുന്നത്. തന്നെ ക്യൂറാകുന്ന കേസസും ഉണ്ട്. പക്ഷേ ഈ കേസിൽ 100% നടക്കണമെന്നില്ലല്ലോ സാർ. എല്ലാവരുടെയും ബോഡി ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് നോക്കാം. നിങ്ങളെന്തായാലും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക് വേറെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതും കൂടെ ശ്രമിക്കാതിരിക്കണ്ട. എല്ലാം ഡോക്ടർമാരുടെ കയ്യിലല്ലല്ലോ സാർ. വിശ്വാസവും ഗുണം ചെയ്യും. താങ്ക്സ് സാർ. ഗുരുക്കളെ, എന്താണ് ഇത്ര വൈകിയത്? നിനക്ക് വേണ്ടിയല്ലേ ഈ കാത്തിരിക്കുന്നത്? സമയത്തെക്കുറിച്ചൊരു ബോധമില്ലേ നിനക്ക്? ക്ഷമിക്കണം ഗുരുക്കളെ, ഞാൻ ശിവാനിയുടെ രക്തവും സംഘടിപ്പിച്ച് അങ്ങയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഏതൊരു വലിയ ഗരുഡൻ വന്ന് എന്നെ വന്ന് ആക്രമിക്കുകയുണ്ടായി. എന്ത്? ഗരുഡനോ? അതെ ഗുരുക്കളെ, ഗരുഡൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ചെയ്ത് ഓടി വന്നതാണ് ഞാൻ. അതല്ലാതെ ഗരുഡൻ മനുഷ്യരൂപം കൊണ്ട് ആ രക്തം റാഞ്ചിക്കൊണ്ട് പോയി. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്റെ മുൻപിൽ ഇറങ്ങി മായയായി പോയി. അതേതാണ് ആ ശക്തി? നീ സംഭരിച്ച രക്തം തട്ടിയെടുത്ത് അത് നിന്റെ മേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതേതോ അപകടകാരിയായ ശക്തിയായിരിക്കാനാണ് സാധ്യത. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഗുരു. നമ്മുടെ മാർഗം ആരോ മുടക്കുന്നുണ്ട്. ഏതായിരിക്കും ആ നീചശക്തി? മനസ്സിലാകുന്നില്ല ഗുരുക്കളെ. പക്ഷെ മുൻപൊന്നും ഞാൻ അങ്ങനെയൊന്നും നേരിട്ടിട്ടേയില്ല. ചിറകുകളുള്ള മാലകൾ ധരിച്ച ഒരു മനുഷ്യൻ. ചിറകുകളുള്ള മാലകൾ ധരിച്ച മനുഷ്യനോ? നിന്നെ ആക്രമിച്ചത് വെറുമൊരു സൂചനയാണ്. എനിക്കൊരു അവസരം കിട്ടിയാൽ മാത്രം മതി. അതിനെ അവിടെ വെച്ച് തന്നെ സംഹരിക്കുന്നതാണ്. ഞാനാണെങ്കിൽ രാവിലെ അവൻ കാത്തിരിക്കുകയായിരുന്നു. മുട്ടകൾ എന്തായെന്ന് നോക്കാൻ വാ. അല്ല, ഇതെന്താ ഇത്? മുട്ടയുടെ കളറ് മാറിയില്ലല്ലോ. അതാ എനിക്കും അത്ഭുതമായി തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതിയതെല്ലാം തെറ്റാണോ? എനിക്കും അങ്ങനെ തോന്നുന്നത് നീലി. എന്റെ എല്ലാ ദുഃഖങ്ങൾക്കും ഇതൊരു ഉത്തരം നൽകുമെന്നാണ് ഞാൻ കരുതിയത് നീലി. പക്ഷേ ഫലം കണ്ടില്ല. ഇനി എന്താ ചെയ്യാ? നോക്ക്, നീ ഒന്ന് വിഷമിക്കാതിരിക്കെ. എന്തേലും വഴിയുണ്ടാവും. നമുക്ക് നോക്കാലോ. എടാ ത്രിജുലേ, സ്വയമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യടാ. നോർമലായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കേ. സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ആകെ സീനാക്കല്ലേ. അല്ല, ഇത് നിനക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നീ ആ ശിവാനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവൾക്കിപ്പോ നല്ല ധൈര്യം കൊടുക്കാ വേണ്ടത്. അല്ലാതെ നിന്റെ മുഖം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവള് വീണ്ടും വിഷമിക്കല്ലുള്ളൂ. റിലാക്സ് റിച്ചുൽ. കമോൺ, സ്മൈൽ. നമസ്കാരം മാഡം. ഹായ് മാഡം, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എന്താ മാഡം ഒരു വിഷമം? നോക്ക്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ.
നോക്ക്, നിങ്ങളോട് സന്തോഷമായിട്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ പോലെ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കാൻ. നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്താ മാഡം, എന്ത് പറ്റി? അത് ഒന്നുമില്ല. മുട്ട നീല ഒന്നുമില്ല. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല. എന്താ മാഡം ഇത്? അത് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ശലഭത്തിന്റെ മുട്ടയാണ് തൃശൂൽ. ഇതിൽ നിന്ന് നീല കളറിലുള്ള ശലഭങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യം ഈ മുട്ടകള് നീല കളറിലുള്ള പുഴുക്കളായിട്ട് മാറും. എന്നിട്ടാണ് നീല ശലഭങ്ങളായിട്ട് മാറുന്നത്. വളരെ റെയർ ആയിട്ടുള്ളതാ. ഓ, ഇതൊക്കെ എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് മാഡം. ഫസ്റ്റ് ടൈം കാണുന്നത്, ഫസ്റ്റ് ടൈം എന്നെ കേൾക്കുന്നത് തന്നെ. അപ്പോ നിങ്ങൾക്ക് നീലശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ തൃശൂൽ. നീല നിറത്തിലുള്ള ശലഭങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ വെച്ചായിരുന്നു ഗുരുക്കളെ. ഇവിടെ വെച്ച് തന്നെയാണോ നിന്നെ ആ ഗരുഡൻ ആക്രമിച്ചത്? അതെ ഗുരുക്കളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കും. തിരയൂ. എനിക്ക് വേണ്ട തെളിവിത ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്താണിത്? ഏതോ ഒരു ശക്തി ഇവിടം സംരക്ഷിക്കുന്നുണ്ട്. എന്റെ മന്ത്രശക്തി ഉപയോഗിച്ചിട്ട് പോലും ഇതിനെ ഒന്ന് സ്പർശിക്കുവാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ അപശകുനങ്ങളാണല്ലോ. അങ്ങനെയെങ്കിൽ നീ കഴിയുന്നിടത്തുള്ളവർ സാധാരണ മനുഷ്യരല്ല. അവർക്കേതോ ഒരു മഹാശക്തിയുടെ സഹായം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണോ ഗുരു? അതെ, നീ അവരെ കുറിച്ചെല്ലാം അറിയുന്നതിനായി പ്രയത്നിക്കണം. ആ പെൺകുട്ടികൾ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ തീരൂ. ശരി ഗുരുക്കളെ, അങ്ങയുടെ കൽപ്പന പോലെ ആവട്ടെ. നീ ആ വീട്ടിൽ നടക്കുന്നതെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവര് സ്പർശിച്ച ഏതൊരു വസ്തുവായാലും അതെനിക്ക് സഹായമാകും. എന്നാലാകുന്ന വേഗത്തിൽ ഞാൻ ആ കർമ്മം ചെയ്തിരിക്കും ഗുരുക്കളെ. നിന്റെ ആത്മവിശ്വാസം എനിക്കും വളരെ മുഖ്യമാണ്. നിനക്കിപ്പോൾ പോകാം. ആജ്ഞ പോലെ ഗുരു. ബ്രോ, എന്താ ഇത് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് റെഡി ആയിട്ടുണ്ടല്ലോ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. റിമെമ്പർ, ത്രിവിക്രമൻ എന്ന് പറഞ്ഞ സ്റ്റൈലിഷ്. ഹലോ,
അമൂൽ ബേബിയാണെന്ന് അറിയുന്ന എന്റെ അടുത്ത് തന്നെ വേണോ? ആ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മോളെ, എനിക്ക് നിന്നോടിപ്പോ സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അത്രയ്ക്ക് തിരക്കിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഐ എം ഗോയിങ് ടു പാർട്ടി വീണ. എന്താ പാർട്ടിയോ? നീ ഇന്നിനി എങ്ങോട്ടും പോകുന്നില്ല. അമ്മ, ഞാൻ പാർട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി കണ്ടില്ലേ? ഇനി ലേറ്റ് ആയാ ആകെ കുഴപ്പമാവും. ഇല്ലില്ല, നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഒന്ന് പോകാൻ വിടി ചേച്ചി. അവൻ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരട്ടെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ? അല്ലടാ മോനെ. മിണ്ടാതിരിക്കടാ. ശാസ്ത്രവും സമ്പ്രദായവും സംസ്കാരവും ഇവിടെ ആർക്കും അങ്ങനൊന്നും ഇല്ല. അമ്മ പ്ലീസ് അമ്മ. നോക്ക് ത്രിവിക്രമ, ഇന്ന് ചന്ദ്രഗ്രഹണോ? ഇന്ന് രാത്രി അത്താഴം പോലും കഴിക്കാൻ പാടില്ല. പിന്നെ പുറത്തേക്ക് പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. അമ്മേ, എവിടെയോ ഗ്രഹണം നടക്കുന്നു പറഞ്ഞ ഏട്ടന് പാർട്ടിക്ക് പോയാലെന്താ? എടി മിണ്ടാതിരിക്കെ. നമ്മുടെ വീടിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. പ്ലീസ് അമ്മ. അമ്മ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നേ? നോക്ക്, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നൊരു ദിവസം നീ ഒരിടത്തേക്കും പോവരുത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ശരി അമ്മ. എങ്കിൽ ഔട്ട് ഹൗസിൽ പോയി തൃശ്ശൂരിലെങ്കിലും ഞാനൊന്ന് പോയി കണ്ടോട്ടെ. നീ എങ്ങോട്ടും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? മുറിയിലേക്ക് കയറിപ്പോ. അല്ല ചേച്ചി, നീ വാടാ. നീല നിറത്തിലുള്ള ശലഭങ്ങൾ, അതായത് ബ്ലൂ കളർ ബട്ടർഫ്ലൈ. അല്ല മാഡം, നിങ്ങൾ ഭയങ്കര സ്പെഷ്യലാ, ഭയങ്കര സ്പെഷ്യല്. ഈ നോർമൽ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളില്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ശരിയല്ലേ? ഇല്ലെന്നേ, ഞാനും നിന്നെ പോലെ നോർമലാ. അല്ല മാഡം, നിങ്ങളുണ്ടല്ലോ വേറൊരു ലോകത്ത് നിന്ന് വന്ന ഒരാളെ പോലെയാ തോന്നുന്നേ. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ജോലിയുണ്ട്, അത് തീർത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നത് പോലെ. നിങ്ങളുണ്ടല്ലോ വേറെ ലെവല് തന്നെയാ. ഏയ്, അങ്ങനെയൊന്നുമില്ലെന്നേ. ഹേ, ചുമ്മാ കോമഡി പറഞ്ഞതല്ലേ മാഡം. മാഡം, നിങ്ങൾ ഒരുപാട് ശരീരം അനക്കാൻ നിൽക്കരുത്. റെസ്റ്റ് എടുക്കും നന്നായിട്ട്. മാഡം പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോളാം. പോരെ? ആ ശരി, ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പൊ എന്തായാലും കണ്ടല്ലോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി മാഡം, ബൈ, ടേക്ക് കെയർ. നീലി, നീ തൃശ്ശൂരിനെ കുറിച്ച് എന്താ വിചാരിക്കുന്നേ? എന്തു വിചാരിച്ചു എന്നാ? എനിക്കെന്തോ ഇവൻ തന്നെയാണ് ആദിശേഷൻ എന്നാ തോന്നുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ വേറെ ലോകത്തു നിന്നാണ് വന്നത്, വളരെ വിശേഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞത്. ശ്രദ്ധിച്ചില്ലേ നീ? നോക്ക് ശിവാനി, തൃശൂലിനെ കുറിച്ച് ആദ്യമേ നിനക്ക് സംശയമുള്ളതായിട്ട് എനിക്കറിയാം. പക്ഷേ ഒരു തവണ ത്രിവിക്രമനെയും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? മുട്ടകൾ നീലയായി മാറി, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. പക്ഷേ ത്രിവിക്രമനെയും നമ്മൾ ഒരു തവണ പരിശോധിക്കുക തന്നെ വേണം. അതെ നീലി, നീ പറഞ്ഞത് ശരി തന്നെയാണ്. എത്രയും പെട്ടെന്ന് ത്രിവിക്രമിന്റെ രക്തവും നമുക്ക് പരിശോധിച്ചേ മതിയാകൂ.